ഇത് നോക്കിയതൊരു ഒന്നൊന്നര പാലസാണ് കണ്ടാ, ഒരു അടിപൊളി പാലസ്. ഈ പാലസിൻ്റെ പേര് അംബവിലാസ് പാലസ് എന്നാണ് ഇതിനെ പറയുക. ഇത് മഹിഷപുര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഒരു പാലസ് ഉള്ളത്. അതൊന്നും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാലസിൻ്റെ പേരും അല്ല ഈ സ്ഥലത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആൾക്കും മനസ്സിലാവില്ല. എന്താ ഭംഗി നോക്കിയാണ്ട, അതിൻ്റെ ആ പില്ലറിൻ്റെ വർക്കൊക്കെ നോക്കിയാൽ ഫുൾ ഗോൾഡൻ പ്ലേറ്റഡ് ഒക്കെ ആയിട്ടുള്ള ഒരു ഒന്നൊന്നര പാലസ് തന്നെയാണ് കേട്ടോ. ഈ മഹിഷപുര എന്ന് പറഞ്ഞ സ്ഥലത്തിനെ പറ്റിയൊന്നും ഇപ്പോൾ ആരോട് ചോദിച്ചാലും അവർക്ക് അറിയില്ല. അതേമാതിരി തന്നെ അംബവിലാസ് പാലസ് എന്ന് പറഞ്ഞാലും ആർക്കും അറിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പഴയ പേര് തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മളെ മൈസൂർ പാലസാണ് കേട്ടോ. മൈസൂരിൻ്റെ പണ്ടത്തെ പേരാണ് മഹിഷപുര എന്ന് പറഞ്ഞ പേര്. ഈ ഒരു പാലസ് വാഡിയാർ രാജവംശത്തിൻ്റെയാണ്. അതായത് 14ാം സെഞ്ച്വറിയിൽ ഒരു വളരെ പ്രൗഢിയോടുകൂടി ജീവിച്ചിരുന്ന ഒരു രാജവംശമാണ് വാഡിയാർ രാജവംശം. അത് മൈസൂരിൽ അവരുടെയാണ് ഈ ഒരു കൊട്ടാരം. ഇതിൻ്റെ ഉള്ളിലൊന്ന് നോക്കിയാൽ വൈകണ്ട ആ കോറിഡോറിൻ്റെ ഒക്കെ ഒരു വലുപ്പവും ആ ഒരു ചിത്രപ്പണികളൊക്കെ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഈ വാഡിയാർ രാജകുടുംബമാണ് പണ്ട് കർണാടക മൈസൂരിൻ്റെയും കർണാടകയുടെയൊക്കെ മെയിൻ ഭാഗങ്ങളൊക്കെ ഭരിച്ചിരുന്നത്. ഈ വാഡിയാർ രാജവംശത്തിൽ പെട്ട രാജാക്കന്മാരായിരുന്നു. അവരുടെ പാരമ്പര്യമായിട്ടുള്ള ഒരു കൊട്ടാരമായിരുന്നു ഇത്. എത്രയോ തലമുറകളായിട്ട് ഈ കൊട്ടാരം ഈ രീതിയിൽ എത്തിക്കഴിഞ്ഞത്. കാരണം വെച്ചാൽ ഇതിന് ഒരുപാട് പ്രാവശ്യം ഇത് റീകൺസ്ട്രക്ഷൻ നടന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഈ മൈസൂർ പാലസ് ഇന്ന് കാണുന്ന രീതിയിൽ ഉണ്ടായിട്ടുള്ളത്. ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിപ്പുവിൻ്റെ അധിനിവേശം നടത്താത്ത കൊട്ടാരങ്ങളിൽ ഒന്ന് ഇതാണെന്ന് വേണമെച്ചാൽ പറയാം. ടിപ്പു പണ്ട് ഇവിടെ താമസിച്ചതായിട്ടുള്ള ചരിത്രങ്ങൾ പറയുന്നുണ്ട് വെച്ചാൽ പോലും ടിപ്പു ഇവിടെ ഇത് നശിപ്പിക്കുക അല്ല വെച്ചാൽ ഇതിന് വലിയ കേടുപാടുകളൊന്നും ടിപ്പുവിന് വരുത്താൻ സാധിച്ചിട്ടില്ല. അല്ല വെച്ചാൽ എന്തോ ടിപ്പു ഇതിനെ വിട്ടുകളഞ്ഞതാവാം. ഇവിടുന്ന് ഏകദേശം ഒരു 10-40 കിലോമീറ്റർ അകലെയായിട്ട് ശ്രീരംഗപട്ടണം എന്ന സ്ഥലമുണ്ട്. അവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ടിപ്പുവിൻ്റെ ഒരു പഴയ കൊട്ടാരം. അതേമാതിരി ടിപ്പു അവിടെയാണ് വധിക്കപ്പെട്ടത്. അവിടുത്തെ ടിപ്പുവിൻ്റെ ഒരു സ്മൃതി മണ്ഡപമൊക്കെ ഇപ്പോഴും നമുക്ക് ഈ ശ്രീരംഗപട്ടണത്തിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ തന്നെയാണ് ശ്രീ രംഗനാഥസ്വാമി ക്ഷേത്രം. പൊതുവെ മൈസൂർ വരുന്നവരെല്ലാവരും മൈസൂർ പാലസ് അല്ലാച്ചെങ്കിൽ വൃന്ദാവൻ ഗാർഡൻ, മൈസൂർ സൂ ഒക്കെ കണ്ടിട്ട് തിരിച്ചു പോകാറാണ് പതിവ്. അതുമാത്രമല്ല മൈസൂരിൽ വലിയൊരു ബോൺസായി ഗാർഡൻ ഉണ്ട്. 1600 സ്പീഷീസ് അല്ലാച്ചെങ്കിൽ 1600 വെറൈറ്റികളുള്ള ഒരു ബോൺസായി ഗാർഡൻ മൈസൂരിലുണ്ട്. അതുമാത്രമല്ല ഒരു മാക്കോ പാരറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തത്തകളുണ്ടല്ലോ, വലിയ തത്തകൾ. പാലസ് നമ്മളെ ഈ സൂലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന വലിയ തത്തകൾ. അതിൻ്റെ വലിയൊരു ശേഖരം തന്നെയുള്ള വലിയൊരു സുഖവനം എന്നാണ് അതിൻ്റെ പേര്. അത്രയും ഫേമസ് ആയിട്ടുള്ള അത്രയും വലിയൊരു മാക്കോ പാരറ്റ്സിൻ്റെ ഒരു തത്തകളുടെ ഒരു സംഭവമുണ്ട്. അതും കൂടി കാണാം. അതിൻ്റെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. മാക്കോ പാരറ്റ്സിൻ്റെയും ബോൺസായിൻ്റെയും ഒക്കെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ ഇതിൽ കിട്ടും, എൻ്റെ യൂട്യൂബ് ചാനലിൽ കിട്ടും. കണ്ടമാനം സന്ദർശകരുണ്ട് കേട്ടോ. ഇവിടെ ഒരു രാജാവിൻ്റെ പ്രതിമയൊക്കെ ഉണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രതിമയും. അതുമാതിരി ഇതിൻ്റെ ഉള്ളിലെ കോറിഡോറുകളൊക്കെ ഉള്ള കാഴ്ചകളുണ്ടല്ലോ, അതേമാതിരി ആ തൂണുമലുള്ള സ്വർണ്ണത്തിൻ്റെയൊക്കെ ഉള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ വളരെ മനോഹരമാണ്. ഈ കോറിഡോർ തന്നെയാണ് ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു സൈഡിൽ നിന്ന് ഒരു അറ്റത്തേക്ക് മറ്റൊരറ്റത്തേക്ക് കാണുമ്പോഴൊക്കെ ഉള്ള കാഴ്ചകളുണ്ടല്ലോ, അത് സൂപ്പറാണ്, യാതൊരു സംശയവുമില്ല. ഈ പാലസിൻ്റെ 2nd ഫ്ലോറിലാണ് ഇപ്പോൾ ഞാനുള്ളത്. അവിടെ നിന്നിട്ട് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച പറഞ്ഞാൽ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. കണ്ടാ ഇതിൻ്റെ ഫ്രണ്ടേജ് മൊത്തം കാണാമെന്ന് മാത്രമല്ല പടിപ്പരയും ഒക്കെ നമുക്ക് വളരെ മനോഹരമായിട്ട് കാണാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു നിർമ്മിതി. ഈ ഒരു പാലസിനെ പറ്റി പറയുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് 14ാം സെഞ്ച്വറിയിലാണ് ഈ പാലസ് ഉണ്ടാക്കി വെച്ചെങ്കിൽ അന്ന് ഇത് കുറച്ച് മരവും അല്ല കുറച്ച് മണ്ണുകൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചെറിയൊരു പാലസ് ആയിരുന്നു. പിന്നീട് അത് കുറേ കാലങ്ങൾക്ക് ശേഷം പിന്നെ 2-3 പ്രാവശ്യം റീകൺസ്ട്രക്ഷൻ നടന്നതിൻ്റെ ശേഷമാണ് ഇന്ന് ഈ കാണുന്ന രൂപത്തിലെത്തിയിട്ടുള്ള വലിയൊരു പാലസ് ആയി തീർന്നത്. മൈസൂർ പാലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ താജ്മഹൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന 2ാമത്തെ ഒരു പാലസാണ് മൈസൂർ പാലസ്. അപ്പോൾ ഇതൊക്കെയാണ് അംബവിലാസ് പാലസ്. അതല്ല വെച്ചാൽ മഹിഷപുരയിലെ അംബവിലാസ് പാലസ് അല്ല വെച്ചാൽ മൈസൂർ പാലസ് എന്നൊക്കെ പറയണ ഈ മൈസൂർ പാലസിൻ്റെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ ഈ ഒരു കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയവരും ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പോൾ അടുത്ത ഒരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം. മൈസൂർ വരുന്നവർ ഈ മൈസൂർ പാലസും അല്ലാച്ച വൃന്ദാവൻ ഗാർഡനും സൂ മാത്രമല്ല കാണേണ്ടത്. അവിടെ സുഖവനം എന്ന് പറഞ്ഞിട്ടൊരു അടിപൊളി സംഭവമുണ്ട്, ബോൺസായി ഗാർഡനും മറ്റുമായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ഓരോരുത്തരും കണ്ടിരിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് പോയി കാണുക.